മനുഷ്യരുടെ പാപം മോചിക്കാൻ അധികാരമുള്ള ഒരേയൊരുവനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യവും അനശ്വരവുമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും മേൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. 2025 ജനുവരി 19 മുതൽ ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പതിവ് പോലെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം എല്ലാവരും ഇസ്രായേലിൻ്റെ മേലാണ് ചുമത്തുന്നത്. മദ്രസ പൊട്ടന്മാരെ പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങാൻ നടക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇസ്രായേലിനെതിരെ പ്രസ്താവനകളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് അറിഞ്ഞപ്പോൾ തന്നെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ധാർമ്മിക രോഷം അണപൊട്ടിയൊഴുകി. അത് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടുകളുടെ തലക്കെട്ടുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ക്രൂരമായ കൊലപാതകം, ഗസയ്ക്ക് മേലുള്ള ഇസ്രായേൽ ബോംബാക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി. ഇസ്രായേൽ ഭരണകൂടം കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യും തോറും അവർ യഥാർത്ഥത്തിൽ ഭീരുക്കളാണെന്ന് കൂടുതൽ വെളിപ്പെടുകയാണ്. ഗാസയിലെ ആക്രമണം ഇസ്രായേലിൻ്റെ ഭീരുത്വം വെളിപ്പെടുത്തുന്നു. അവരുടെ ദൗർബല്യത്തെയും കഴിവില്ലായ്മയെയും ആണ് ഈ ആക്രമണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി സങ്കല്പിക്കാനാവാത്ത ദുരിതമേറ്റുവാങ്ങിയാലും ഫലസ്തീൻ ജനതയുടെ ധീരത നിലനിൽക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. മനുഷ്യത്വം അവർക്കൊന്നുമല്ല. ഗസയിലെ ആക്രമണം ഇസ്രായേലിൻ്റെ ഭീരുത്വം വെളിപ്പെടുത്തുന്നു. പ്രിയങ്ക ഗാന്ധി ഗസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 413 പേരാണ് മരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല പത്രങ്ങളിലും ഞാൻ കണ്ട അതിൻ്റെ തലക്കെട്ടുകളും പിന്നെ വാർത്തകളും ഇതൊക്കെ തന്നെ. ഇത് വിശദീകരിച്ച് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. സത്യം പറയാമല്ലോ, ഈ പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും പിങ്കിമോൾ എന്നും പപ്പുമോൻ എന്നും രാഷ്ട്രീയ എതിരാളികൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. തങ്ങളുടെ എതിർപ്പാളയത്തിലുള്ളവരെ തേജോവധം ചെയ്യാൻ വേണ്ടി വെറുതെ ഇരട്ടപ്പേരുകൾ വിളിക്കുകയാണ് എന്നായിരുന്നു ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവർ അർഹിക്കുന്ന പേരുകൾ തന്നെയാണ് എതിരാളികൾ അവർക്ക് കൊടുത്തിരിക്കുന്നതും അവരെ വിളിക്കുന്നതും. 2023 ഒക്ടോബർ 7 ഗാസൻ മുസ്ലിങ്ങൾ ഇസ്രായേലിനകത്ത് അതിക്രമിച്ച് കയറി അവിടെയുള്ള നിരപരാധികളായ മനുഷ്യരോട് ചെയ്തത് ക്രൂരതയാണെന്ന് പറയാനുള്ള എല്ലുറപ്പ് ഇന്നുവരെ പിങ്കിമോൾക്ക് ഉണ്ടായിട്ടില്ല. ഈ പിങ്കിമോൾക്ക് ഇല്ലേ മക്കള്? ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് നിസ്സഹായയായ ഒരമ്മയെയും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗാസൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി 1 മാസം കഴിഞ്ഞപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊന്ന് ആ കുഞ്ഞുങ്ങളുടെ മുഖവും ശരീരഭാഗങ്ങളും കരിങ്കല്ലിന് ഇടിച്ച് വികൃതമാക്കിയ വാർത്ത പുറത്തു വന്നപ്പോൾ ഗാസൻ മുസ്ലിങ്ങളുടെ ആ നൃശംസതയ്ക്കെതിരെ പിങ്കിമോൾ വായി തുറന്ന് ഒരക്ഷരമെങ്കിലും ഒഴിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പപ്പുമോനും പിങ്കിമോളും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശവമടക്കും 16 അടിയന്തരവും നടത്തിയിട്ടേ പിന്മാറുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഈ നാവാട്ടം കേൾക്കുന്ന ഇന്ത്യക്കാർ വെറും പൊട്ടന്മാരാണെന്നാണോ പിങ്കിമോൾ വിചാരിച്ചിരിക്കുന്നത്? മുസ്ലിങ്ങളുടെ 10 വോട്ടിന് വേണ്ടി പിങ്കിമോൾ ഈ കാട്ടിക്കൂട്ടുന്നത് വെറും ഇരട്ടത്താപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇന്ത്യക്കാർക്കില്ലെന്നാണോ പിങ്കിമോൾ ധരിച്ചു വച്ചിരിക്കുന്നത്? ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈന കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. പിങ്കിമോൾക്ക് എന്തേ അക്കാര്യത്തിൽ യാതൊരു ധാർമ്മിക രോഷവും ഇതുവരെ തോന്നാതിരുന്നത്? ഉക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യയുടെ ബോംബാക്രമണം നടക്കുന്നുണ്ട്. ഈ മാനവികതാവാദിയാണ് പിങ്കിമോളെങ്കിൽ അതിലും പിങ്കിമോൾക്ക് ധാർമ്മിക രോഷം തോന്നണ്ടേ? ഇല്ലല്ലോ. എന്താ കാരണം? ഇറാഖിലെ യാസീദികളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുസ്ലിങ്ങൾ വംശഹത്യ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിങ്കിമോൾക്ക് ധാർമ്മിക രോഷമൊന്നും വരാഞ്ഞത്? അതല്ലെങ്കിൽ കശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നെത്തിയിരുന്ന മുസ്ലിം ഭീകരർ അഴിഞ്ഞാട്ടം നടത്തിയിരുന്ന കാലത്ത് അതിനെതിരെ പിങ്കിമോളുടെ ധാർമ്മിക രോഷ പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇനി അതൊക്കെ പോട്ടെ, ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ 2025 മാർച്ച് മാസത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. സിറിയയിൽ സുന്നി മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും അലാവൈറ്റുകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും കേട്ട് ലോകത്തെ മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഉള്ളിൽ ദുഃഖം നിറയുകയാണ്.
ഗാസൻ മുസ്ലിങ്ങളെ പോലെ ഏതെങ്കിലും പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറി അവിടെയുള്ള നിരപരാധികളായ 1200ഓളം പേരെ വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചും കൈക്കുഞ്ഞുങ്ങളെ മൈക്രോവേവ് ഓവനിൽ വെച്ച് ജീവനോടെ പുഴുങ്ങിയും കൊന്നതിൻ്റെ പേരിലല്ല സിറിയയിലെ ക്രിസ്ത്യാനികളും അലാവൈറ്റുകളും സുന്നി മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെടുന്നത്. അവർ ഇസ്ലാമിൽ വിശ്വസിക്കാതെ ക്രിസ്ത്യാനികളും അലാവൈറ്റുകളുമായി തുടരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യർ, നിരപരാധികളായ മനുഷ്യർ സിറിയയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പിങ്കി മോൾക്ക് എന്തെങ്കിലും ധാർമ്മിക രോഷമുണ്ടായോ? ഇസ്രായേൽ ബോംബാക്രമണത്തിൽ 413 പേർ മരിച്ചപ്പോൾ പിങ്കി മോൾക്ക് സഹിച്ചില്ല. പക്ഷേ സിറിയയിൽ സുന്നി മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിരപരാധികളായ 1500-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് വരെ പിങ്കി മോൾ അതിനെതിരെ ഒരു വാക്കെങ്കിലും ഉച്ചരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത്, നിങ്ങൾ കേട്ടോ എന്ന്. സെലക്റ്റീവായി മാത്രമേ ഇവർക്കൊക്കെ ധാർമ്മിക രോഷമുണ്ടാകൂ. കൊല്ലുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഇവർ കണ്ടില്ലെന്ന് നടിക്കും. കൊല്ലപ്പെടുന്നത് അമുസ്ലിങ്ങളാണെങ്കിലും ഇവർക്ക് പ്രശ്നമില്ല. ഇനി യഹൂദൻ കൊന്നാൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. മനസ്സിലായോ? മുസ്ലിങ്ങളെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല. സിറിയയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കയ്യാൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് അവിടെ. അല്ലെങ്കിൽ സൗദി അറേബ്യയും മറ്റുമൊക്കെ ചേർന്ന് യമനിൽ ഹൂത്തികളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും മുസ്ലിങ്ങളെ കൊല്ലുന്നു, ഒരു പ്രശ്നവും ഇല്ല. യഹൂദൻ കൊന്നാലേ പ്രശ്നമുള്ളൂ. കൊല്ലപ്പെടുന്നത് ആരാണെന്നുള്ളത് പോലെ തന്നെ കൊല്ലുന്നത് ആരാണെന്നുള്ളതും ഇവർക്ക് വിഷയമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലേ ഇവർക്ക് ധാർമ്മിക രോഷം വരികയുള്ളൂ. അത് പ്രത്യേകതരം ജനുസ. അതുകൊണ്ട് അങ്ങനെയൊക്കെ. പിങ്കി മോളെ, ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇതൊക്കെ. പിങ്കി മോൾ ഒരു കാര്യം ചെയ്യണം. എന്തുകൊണ്ടാണ് പിങ്കി മോളുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇന്ത്യയിൽ ഒരു കാലത്ത് പാകിസ്ഥാൻ പിന്തുണയോടെ പഞ്ചാബിൽ വിഘടനവാദികൾ സ്വൈര്യവിഹാരം നടത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് പഞ്ചാബിനെ വേർപെടുത്തി ഖലിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി സിഖ് ഭീകരർ പഞ്ചാബിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്ത് മോളുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരന്മാരെ കൊണ്ട് സഹി കെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി കർക്കശമായ ഒരു തീരുമാനമെടുത്തു, ഖലിസ്ഥാൻ ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ. അതായത് ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എടുത്ത തീരുമാനം പോലെ. മനസ്സിലായോ? എന്ത് വന്നാലും ഇനി പഞ്ചാബിൻ്റെ മണ്ണിൽ ഭീകരപ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇപ്പോൾ പെരിച്ചാഴികളെപ്പോലെ ടണലിൽ നിന്ന് ടണലിലേക്ക് ഹമാസ് മുസ്ലിങ്ങൾ ഓടുന്നത് പോലെ സിഖ് ഭീകരന്മാർ ഓടാൻ തുടങ്ങി. പിന്നെ അവർ ഭീകരന്മാരായിരുന്നെങ്കിലും അവരിൽ ഉണ്ടായിരുന്നത് പഞ്ചാബി രക്തമായതുകൊണ്ട് അവർ ഭീരുക്കളായിരുന്നില്ല. ഖലിസ്ഥാൻ ഭീകരർ ഭീരുക്കളായിരുന്നില്ല. അതുകൊണ്ട് ഈ ഗാസൻ മുസ്ലിങ്ങളെപ്പോലെ ടണലുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ പെരിച്ചാഴികളെപ്പോലെ കഴിഞ്ഞുകൂടുകയായിരുന്നില്ല സിഖ് ഭീകരന്മാർ. അവർ ഭൂമിക്ക് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് അവരെ എളുപ്പത്തിൽ കൊല്ലാനും സാധിച്ചു. അവസാനം ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ ഈ അവശേഷിച്ച ഭീകരന്മാരുണ്ടല്ലോ, ഒരു ഹർ മന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്ന അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ അല്ലെങ്കിൽ സുവർണ ക്ഷേത്രത്തിൽ കയറി ഒളിച്ചു. ലോകമെമ്പാടുമുള്ള സിഖുകാരുടെ പുണ്യക്ഷേത്രമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. സിഖുകാരുടെ മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് ഇന്ത്യൻ സൈന്യം പ്രവേശിക്കില്ല എന്നായിരുന്നു സിഖ് ഭീകരന്മാർ ചിന്തിച്ചത്. പക്ഷെ അത് വെറും വ്യാമോഹമായിരുന്നു. ഈ ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറിയിട്ടായാലും ആ ഭീകരന്മാരെ എല്ലാം വധിക്കാനായിരുന്നു മോളുടെ അമ്മൂമ്മ ഇന്ത്യൻ സൈന്യത്തിന് ഓർഡർ കൊടുത്തത്. അതോടെ ഇന്ത്യൻ സൈന്യം ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് കയറാനുള്ള ശ്രമം ആരംഭിച്ചു. ഈ സുവർണക്ഷേത്രത്തിനകത്ത് ഒളിച്ചിരുന്ന ഭീകരന്മാരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും അവർ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെപ്പ് നടത്തിയിരുന്നതുകൊണ്ടും പട്ടാളം ആദ്യം സുവർണക്ഷേത്രത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെയൊക്കെ മുകളിൽ കയറി സുരക്ഷിത താവളങ്ങൾ ഒരുക്കിയതിന് ശേഷം സുവർണക്ഷേത്രത്തിന് നേരെ വെടിവെപ്പ് ആരംഭിച്ചു. ഈ വെടിവെപ്പ് ദിവസങ്ങളോളം നീണ്ടു നിന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്താണ്. ഓരോ ദിവസവും രാവിലെ മനോരമ പത്രത്തിൽ വാർത്തകൾ വന്നിരുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഭിന്ദ്രൻവാലയുടെയും മറ്റും കഥകളും ഈ വെടിവെപ്പിൻ്റെ കാര്യവും സൈന്യം ഇപ്പോൾ പ്രവേശിക്കും എന്ന് പറഞ്ഞ് ഓരോ ദിവസത്തെയും പത്രങ്ങളിൽ വാർത്തയായിട്ട് വന്നിരുന്നു. അതൊക്കെ അതിൽ സുവർണക്ഷേത്രത്തിന് ധാരാളം കേടുപാടുകൾ പറ്റി.
ചെറിയ കേടുപാടുകളൊന്നുമല്ല, സാമാന്യം നല്ല രീതിയിൽ തന്നെയുള്ള കേടുപാടുകളാണ് 1574 നാലാമത്തെ സിഖ് ഗുരു രാംദാസിൻ്റെ നേതൃത്വത്തിൽ പണിതു തുടങ്ങുകയും 30 വർഷം കഴിഞ്ഞ് 1604 അദ്ദേഹത്തിൻ്റെ മകനും 5ാമത്തെ സിഖ് ഗുരുവുമായിരുന്ന ഗുരു അർജുൻ ദേവിൻ്റെ മേൽനോട്ടത്തിൽ പണിതീരുകയും ചെയ്ത ഗോൾഡൻ ടെമ്പിൾ അഥവാ ഹർ മന്ദിറിന് സംഭവിച്ചത്. വളരെയധികം കേടുപാടുകൾ പറ്റി. അങ്ങനെ ദിവസങ്ങളോളം നീണ്ട വെടിവെപ്പിന് ശേഷം 1984 ജൂൺ 6-ാം തീയതി നഗരമേഖലകളിലെ ഭീകരാക്രമണം നേരിടാൻ ഇസ്രായേലിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു കൂട്ടം സ്പെഷ്യൽ കമാൻഡോകൾ ഗോൾഡൻ ടെമ്പിളിൽ പ്രവേശിച്ച് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഖലിസ്ഥാൻ ഭീകരന്മാരെയും വെടിവെച്ചു കൊന്നു. മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ചില ആൾക്കാരൊക്കെ കീഴടങ്ങി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ എതിർത്ത് നിന്നിരുന്ന എല്ലാവരെയും വെടിവെച്ചു കൊന്നു. അങ്ങനെ സിഖുകാരുടെ വിശ്വാസപ്രകാരം വിശുദ്ധ സ്ഥലമായ ഹർ മന്ദിറിനകത്ത് മനുഷ്യരക്തം ചിന്തി അത് അശുദ്ധമായി. ലോകമെമ്പാടുമുള്ള സിഖുകാർക്ക് ഈ കാര്യം വളരെ വേദനയുണ്ടാക്കി. ഒന്ന്, അവരുടെ സുവർണക്ഷേത്രം തകർക്കപ്പെട്ടു, അതിൻ്റെ പല ഭാഗങ്ങളും തകർക്കപ്പെട്ടു. 2, സുവർണക്ഷേത്രത്തിനകത്ത് മനുഷ്യരക്തം ചിന്തി. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് മോളുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധിയെ 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരായിരുന്ന സിഖുകാർ തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. അതിനുശേഷം എന്തുണ്ടായെന്നറിയാമോ? ഇന്ത്യയിൽ ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടുനിന്ന സിഖ് വിരുദ്ധ കലാപം അരങ്ങേറി. സിഖുകാരുടെ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. അവരുടെ കടകൾ കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവരുടെ ട്രക്കുകൾ കൊള്ളയടിച്ച് കത്തിച്ചു കളഞ്ഞു. എണ്ണമറ്റ സിഖ് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. വഴിയിൽ കാണപ്പെട്ട സിഖുകാരെല്ലാം കൊല്ലപ്പെട്ടു. ഏതാണ്ട് 30,000-ഓളം സിഖുകാർ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് സിഖ് സംഘടനകൾ പുറത്തുവിട്ട കണക്ക്. ഈ കൊള്ളയടിയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. അഹിംസ അഹിംസ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരില്ലേ, അവർ അതത് പ്രദേശങ്ങളിലെ ലോക്കൽ കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരാഴ്ചക്കാലത്തോളം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി സിഖുകാർക്കെതിരെ ഈ കൂട്ടക്കുരുതി നടത്തിയത്. കലാപം കഴിഞ്ഞ് ചില ആഴ്ചകൾക്ക് ശേഷം ഈ കലാപത്തെക്കുറിച്ച് പിങ്കിമോളുടെ അച്ഛൻ രാജീവ് ഗാന്ധി നടത്തിയ കുപ്രസിദ്ധമായ ഒരു ന്യായീകരണമുണ്ട്. ഇന്ദിരാജിയുടെ കൊലപാതകം നടന്നപ്പോൾ രാജ്യത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങൾ കോപത്താൽ നിറഞ്ഞിരുന്നുവെന്നും കുറച്ച് ദിവസത്തേക്ക് ഇന്ത്യ കുലുങ്ങുന്നതായി ആളുകൾക്ക് തോന്നിയിരുന്നുവെന്നും നമുക്കറിയാം. ഒരു വലിയ മരം വീഴുമ്പോൾ ഭൂമി ചെറുതായിട്ട് കുലുങ്ങും എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്. ഭൂമി കുലുക്കമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ആ ഭൂമി കുലുക്കത്തിൽപ്പെട്ട് കുറേ ജീവികൾ ചാവും. ഇന്ദിരാഗാന്ധി എന്ന വൻമരം വീണപ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങി. ആ കുലുക്കത്തിൽപ്പെട്ട് കുറേ സിഖുകാർ ചത്തു. അതാണ് രാജീവ് ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. ആ രാജീവ് ഗാന്ധിയുടെ മകളാണ് മനുഷ്യത്വത്തെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും ഇസ്രായേലിന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റമല്ലേ അത്, അല്ലേ? ഏതായാലും അതിനുശേഷം പിൽക്കാലത്ത് ഒരാവശ്യവുമില്ലാതെ ശ്രീലങ്കൻ തമിഴർക്കെതിരായി സിംഹള സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. സമാധാന സേനയുടെ അതിക്രമത്തിൽ നിരവധി ശ്രീലങ്കൻ തമിഴർ കൊല്ലപ്പെടുകയും ശ്രീലങ്കൻ തമിഴ് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുകയും ചെയ്യുന്നു. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി പരാജയപ്പെടുകയും VP സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യൻ സമാധാന സേനയെ പിൻവലിക്കുന്നു. അത് കഴിഞ്ഞ് VP സിംഗ് മന്ത്രിസഭ വീഴുന്നു. അടുത്ത ഇലക്ഷൻ വരുന്നു. രാജീവ് ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ് പുലികൾക്ക് ഭയം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായാൽ വീണ്ടും സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് അയക്കുമോ എന്ന്. അതിനാൽ അവർ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് വന്നിരുന്ന രാജീവ് ഗാന്ധിയെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്നു. ചരിത്രത്തിൻ്റെ ആവർത്തനം അപ്പോഴും നടന്നു. കോൺഗ്രസ്സുകാർ രാജ്യത്തിൻ്റെ പല ഭാഗത്തും തമിഴന്മാരെ ആക്രമിക്കുകയുണ്ടായി. രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴന്മാരല്ല, ശ്രീലങ്കൻ തമിഴന്മാരായിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർക്ക് അതൊരു വിഷയമായിരുന്നില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും മദ്രാസികളായിരുന്നതുകൊണ്ട് തമിഴന്മാർ മാത്രമല്ല മലയാളികളടക്കമുള്ള ദക്ഷിണേന്ത്യക്കാരെ ആ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. ഞാനിതൊക്കെ ഇത്ര വിശദമായി പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ
ചരിത്രമറിയാവുന്ന ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പിങ്കിമോളെ പോലെയുള്ള രാഷ്ട്രീയക്കാർ മറന്നു പോകരുത് എന്നോർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഒക്ടോബർ 7-ന് ഹമാസിനാൽ ആക്രമിക്കപ്പെട്ട ഇസ്രായേലിന് തിരിച്ചടിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും പരിപൂർണമായി ഉന്മൂലനം ചെയ്യാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പെട്ടെന്നുണ്ടായ വികാരാവേശത്തിൽ നിരപരാധികളായ സിഖുകാരെ കോൺഗ്രസ് ആക്രമിച്ചതുപോലെയല്ല ഇസ്രായേൽ സൈന്യം ഇടപെടുന്നത്. കൃത്യമായ പ്രൊസീജിയർ എല്ലാം പാലിച്ചിട്ടാണ് അവരുടെ ആക്രമണം. അവർ പറഞ്ഞു, ഇത് യുദ്ധമാണ്, ഹമാസ് ഞങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു, യുദ്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമില്ലേ, അതേപോലെ തന്നെയാണ്. അതിൻ്റെ പ്രൊസീജിയർ എല്ലാം പാലിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരക്ഷരം പോലും പറയാതെ മിണ്ടാതിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ പിങ്കിമോൾക്ക്? ഗാസയും ഇസ്രായേലും തമ്മിലുള്ള ശത്രുതയെക്കുറിച്ച് 2014 ജൂൺ 9-ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് അഥവാ OCHA ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് മിക്ക കേസുകളിലും ആക്രമണങ്ങൾക്ക് മുമ്പ് ഗാസയിലെ താമസക്കാർക്ക് സ്ഥലം വിടാൻ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ഫോൺ കോളുകൾ വഴിയോ അല്ലെങ്കിൽ വാണിംഗ് മിസൈലുകൾ തൊടുത്തുവിടുന്നതിലൂടെയോ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് 2014 റിപ്പോർട്ടാണ്. അതായത് നിരപരാധികൾ മരിക്കരുത്, ഗാസയിലെ നിരപരാധികൾ മരിക്കരുതെന്നാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവർ ഒരു പ്രദേശത്ത് ആക്രമണം നടത്തുന്നതിന് മുമ്പേ അവിടെയുള്ള സിവിലിയൻസിന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് 2014 മാത്രമല്ല കേട്ടോ. 2023 ഒക്ടോബർ 7-ന് ഗാസൻ മുസ്ലിങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഈ 2025 മാർച്ച് മാസത്തിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നതിന് മുൻപ് ഗാസയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ആക്രമണം നടക്കാൻ പോകുന്ന പ്രദേശത്തു നിന്നും ഗാസൻ സിവിലിയൻസ് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെ തടയുന്നത് ഹമാസാണ്. മനസ്സിലായോ? കാരണം സിവിലിയൻസ് ഒരു പ്രദേശത്ത് ഇല്ല എന്നുറപ്പായാൽ, അവിടെ ആക്രമണം നടത്തിയാൽ സിവിലിയൻസ് ഒന്നും കൊല്ലപ്പെടുകയില്ല, ഈ ഭീകരന്മാർ മാത്രമേ അവിടെ ഉള്ളൂ, അവരെ കൊല്ലപ്പെടുകയുള്ളൂ എന്ന് ഇസ്രായേലിന് ഉറപ്പായാൽ ആ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ബോംബ് മഴ പെയ്യിക്കും. ടൺ കണക്കിന് ബോംബുകളും മിസൈലുകളുമായിരിക്കും ഇസ്രായേൽ അവിടെ വർഷിക്കുക. എന്നാൽ സിവിലിയൻസ് ഉണ്ടെങ്കിൽ ബോംബ് വർഷത്തിന് ചെറിയ കുറവുണ്ടാകും. ഈ മഴ പെയ്യിക്കുന്നത് പോലെയൊന്നും ചെയ്യില്ല, കുറച്ചേ ഇടുകയുള്ളൂ. അതറിയാവുന്നതുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ പോരാളികൾ, അങ്ങനെയാണല്ലോ പിങ്കിമോളൊക്കെ അവരെ വിളിക്കുന്നത്, പോരാളികൾ. ഈ പോരാളികൾ അവിടെയുള്ള ഗാസൻ സിവിലിയൻസ് രക്ഷപ്പെട്ടു പോകുന്നതിന്, ആ പ്രദേശത്ത് നിന്ന് പോകുന്നതിന് തടയുന്നത്. അതായത് ഇസ്രായേൽ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിലെ സിവിലിയൻസിനെ സംരക്ഷിക്കുമ്പോൾ ഹമാസ് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗാസൻ സിവിലിയൻസിനെ ഉപയോഗിച്ച് തങ്ങളെയും തങ്ങളുടെ ആയുധങ്ങളെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യത്യാസം. പിങ്കിമോൾ പറയുന്നത് പോലെയല്ല, നേരെ തിരിച്ചാണ് സംഗതി. ഇസ്രായേലിനും മനുഷ്യത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്നവർ ആഗ്രഹിക്കുന്നു. പിങ്കിമോൾ പാടിപ്പുകഴ്ത്തുന്ന ഹമാസ് ആണെങ്കിൽ മൃഗങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. മൃഗതുല്യരെന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾ നമ്മളെ കൊല്ലാൻ വരും. മൃഗങ്ങളെക്കാളും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവർ. അതുകൊണ്ടാണ് സ്വന്തം ആളുകളെ മനുഷ്യ കവചമായി ഉപയോഗിച്ച് തങ്ങളുടെ ജീവനും ആയുധവും സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നത്. ആരാണ് ഭീരുക്കളെന്ന് പിങ്കിമോൾക്ക് ഇപ്പം പിടികിട്ടി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗാസൻ മുസ്ലിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ തടവുകാരെയും അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയതിന് ശേഷം അവർ കഴുത്ത് ചരിച്ചും മറ്റും കൊന്ന ഈ ഇസ്രായേലി തടവുകാരുടെ ശരീരാവശിഷ്ടങ്ങളെയും ഒക്കെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഹമാസുകാർ കാണിച്ച ഷോ ഓഫ് എന്തായിരുന്നു നമുക്കറിയാം. തടവുകാരെ കൊണ്ട് ഹമാസിൻ്റെ ആളുകളെ ഉമ്മ വെപ്പിക്കുന്ന കലാപരിപാടികൾ ഒരു വശത്ത്, ഹമാസിൻ്റെ സൈനിക പരേഡുകൾ മറുവശത്ത്, പിന്നെ ഗാസയിലെ വളർന്നു വരുന്ന തീവ്രവാദി കുഞ്ഞുങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന പരിപാടികൾ വേറെ. ഷിരി ബിബാസിൻ്റെ എന്ന് പറഞ്ഞ് കൊടുത്തയച്ചത് ഗാസയിലെ ഏതോ മുസ്ലിമിൻ്റെ ശരീരാവശിഷ്ടമായിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗവൺമെൻറ് സ്വരം കടുപ്പിച്ചപ്പോഴാണ് ഹമാസ് ഷിരി ബിബാസിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകൊടുത്തത്. ഹമാസിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനങ്ങളായിരുന്നു. മനസ്സിലായോ? ലോകരാജ്യങ്ങളിലെ ഏതെങ്കിലും ഭരണാധികാരികൾ ഹമാസിനോട്
ഈ പൊറാട്ട് നാടകം ഒന്ന് നിർത്താൻ ആവശ്യപ്പെട്ടതായി നിങ്ങൾ കേട്ടോ? പിങ്കിമോൾ ഇതിനെതിരെ ഒരു വാക്ക് മിണ്ടിയോ? ഇല്ല, ഒന്നും മിണ്ടിയില്ല. വാസ്തവത്തിൽ പിങ്കിമോളും കൂട്ടരും പറയുന്നത് പോലെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്നതാണ് സത്യസന്ധമായ മറുപടി. വെടിനിർത്തൽ കരാറിന് 3 ഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജനുവരിയിൽ അംഗീകരിച്ച കരാർ, സ്ഥാനമൊഴിയുന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബൈഡൻ ഭരണകൂടത്തിൻ്റെയും പുതിയ ട്രംപ് ഭരണകൂടത്തിൻ്റെയും സമ്മർദ്ദത്തെ തുടർന്ന് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും അതുമൂലമുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഈ ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. മോചിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ. 3ാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് കരാറിനുണ്ടായിരുന്നത്. 1ാം ഘട്ടത്തിൻ്റെ കാലാവധി 6 ആഴ്ചത്തേക്കായിരുന്നു, അതായത് 42 ദിവസത്തേക്ക്. മാർച്ച് 1 2025 മാർച്ച് 1 വെടിനിർത്തൽ കരാറിൻ്റെ 1ാം ഘട്ടം അവസാനിക്കും. അപ്പോൾ മാർച്ച് 1 മുൻപേ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി നീട്ടി അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് ശ്രമിച്ചതാണ്. മനസ്സിലായോ? ഇസ്രായേൽ അതിന് തയ്യാറായിരുന്നു. ഇസ്രായേൽ ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അന്ന് അതിന് തയ്യാറല്ലെന്നും പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഓഫർ നിരസിച്ചത് ഹമാസാണ്. 2ാം ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഹമാസിൻ്റെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടുകൊടുക്കണം. അതിന് ഹമാസ് തയ്യാറല്ല. മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കാൻ ഹമാസിന് കഴിയില്ല. ഇത് സുഡുക്കളുടെ ഔദ്യോഗിക ചാനലായ അൽ ജസീറ തന്നെ മാർച്ച് 1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള പത്രങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇംഗ്ലീഷ് പത്രങ്ങൾ പലതും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ് വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി എങ്ങനെയെങ്കിലും നീട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനോ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ആ പത്രവാർത്തകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നവരുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെയുണ്ട്. ഈ ഹമാസിനെ ഭീഷണിപ്പെടുത്തി നോക്കുന്നുണ്ട്. ഹമാസ് പുതിയ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതുവരെ ഭക്ഷണവും മരുന്നും വരുന്ന ട്രക്കുകൾ തടയുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളൊന്നും ഗാസയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന്. എന്നിട്ടും ഹമാസ് വെടിനിർത്തൽ കരാർ നീട്ടാൻ സമ്മതിച്ചില്ല. കാരണം ഹമാസിന് വേണ്ടിയിരുന്നത് ഗാസയുടെ മുകളിൽ ഇസ്രായേലിൻ്റെ ബോംബ് വർഷമായിരുന്നു. ഇസ്രായേൽ ഗാസയെ ആക്രമിക്കേണ്ടത് മറ്റാരേക്കാളും ഹമാസിൻ്റെ ആവശ്യമായിരുന്നു. എന്താണ് കാരണം എന്നറിയാമോ? അതും കൂടി പറയാം. ഇത് നോമ്പുകാലമാണ്. ആഗോള മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന കാലം. ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിയില്ലെങ്കിൽ ഗാസൻ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ ദുരിതമയമാണ് എന്ന് പറഞ്ഞ് ആഗോള മുസ്ലിങ്ങളുടെ മുമ്പിൽ ഹമാസിന് തണ്ടാൻ പറ്റും. അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് ഗാസയുടെ മേൽ ആക്രമണം നടത്തിച്ചാൽ, ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്തിച്ചാൽ അതിൻ്റെ പേര് പറഞ്ഞും തണ്ടാം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ആയിരക്കണക്കിന് കോടികൾ വരുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ സക്കാത്ത് ധനം ഹമാസ് നേതാക്കളുടെ പോക്കറ്റിലേക്ക് വരും. അതിനുവേണ്ടിയാണ് ഹമാസ് വെടിനിർത്തൽ കരാർ നീട്ടാൻ സമ്മതിക്കാതിരുന്നത്. ഗാസ മുനമ്പിൽ നോമ്പിന് ബോംബ് വീണാലേ ഹമാസിന് ഗുണമുണ്ടാകൂ. അത് ഇസ്രായേലിനും അറിയാം, ട്രംപിനും അറിയാം. അതുകൊണ്ടാണ് ട്രംപ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ട് ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. റംസാൻ മാസവും യഹൂദന്മാരുടെ പെസഹയും കഴിയുന്നതുവരെ താൽക്കാലികമായി വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകാനാണ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. ഇസ്രായേൽ പാർലമെന്റിൽ ചർച്ച ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിച്ചു. റംസാനും പെസഹയും കഴിയുന്നതുവരെ താൽക്കാലികമായി വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകാം എന്ന് ഇസ്രായേൽ സമ്മതിച്ചപ്പോഴും ഹമാസ് അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? ഹമാസ് സമ്മതിച്ചില്ല അത്. കാരണം അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ നോമ്പുകാലത്ത് ഇസ്രായേലിനെ കൊണ്ട് ഗാസ മുനമ്പിൽ ബോംബ് ഇടിയിപ്പിക്കുകയാണ്. നോമ്പിനൊരു ബോംബ് വീണാലേ ഹമാസിന് ചില്ലറ തടയൂ. അതുകൊണ്ടാണ് അവർ ഇതിന് എതിർത്ത് നിന്നത്. മനസ്സിലായോ? ഏതായാലും 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി മാർച്ച് 1 അവസാനിച്ചിട്ടുണ്ട്.
അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനോ ഹമാസിനോ പരസ്പരം ആക്രമിക്കാം. അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാവുകയില്ല. കാരണം വെടിനിർത്തൽ കരാർ നിലവിലില്ല, അത് മാർച്ച് 1 അവസാനിച്ചു. എന്നിട്ടും ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോയി. അവർ ഗാസയിൽ ആക്രമണമൊന്നും നടത്തിയില്ല. മനസ്സിലായോ? ഏകപക്ഷീയമായിട്ട് തന്നെ ഹമാസ് അത് റിജക്റ്റ് ചെയ്തിട്ടും ഇസ്രായേൽ ആ കരാർ നീട്ടിക്കൊണ്ടുപോകാൻ സമ്മതം പ്രകടിപ്പിച്ച്, അമേരിക്ക പറഞ്ഞിട്ടാണെങ്കിലും ശരി, അത് സമ്മതം പ്രകടിപ്പിച്ച് അവരത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഹമാസ് പിന്നെയും ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന് ചെയ്യാം, കാരണം മാർച്ച് 1 വെടിനിർത്തൽ കരാർ റദ്ദായിപ്പോയല്ലോ, കാലാവധി തീർന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ വെടിനിർത്തലില്ല എന്ന് പറഞ്ഞ് ഹമാസിനെ ആക്രമിക്കുക ഇസ്രായേലിനെ. അങ്ങനെ അവർ ഓരോന്ന് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് സഹികെട്ട് ഇസ്രായേൽ തിരിച്ചാക്രമിച്ചത്. അപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചേ എന്നും പറഞ്ഞ് കരയുന്ന പിങ്കിമോളും അടുപ്പുകൂട്ടി ചർച്ചക്കാരും ഒരു കാര്യം മനസ്സിലാക്കുക: ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു കരാർ ഇപ്പോൾ ഇല്ല. അത് മാർച്ച് 1 അവസാനിച്ചു. ഇല്ലാത്ത കരാർ എങ്ങനെയാണ് ലംഘിക്കാൻ സാധിക്കുക? വാസ്തവത്തിൽ വെടിനിർത്തൽ കരാർ പലപ്പോഴും ലംഘിച്ചിട്ടുള്ളത് ഹമാസാണ്. 6 ആഴ്ചയ്ക്കുള്ളിൽ ബന്ദികളെ മുഴുവൻ വിട്ടയക്കാം എന്ന വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് പാലിച്ചില്ല. 6 ആഴ്ച കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചത് 33 ബന്ദികളെയാണ്. 25 ഇസ്രായേൽക്കാരെയും ഇസ്രായേൽ പൗരന്മാരല്ലാത്ത വേറെ 8 പേരെയും, അങ്ങനെ 33 പേരെ. അതുകൂടാതെ പിന്നെ വേറെ ഒരു ഇതിൽ ഇസ്രായേലിൻ്റെ ഈ കരാറിൻ്റെ അല്ല, വേറെ ഒരു കരാറായിട്ട് തൈവാനുമൊക്കെ ആയിട്ടുള്ള ഒരു ഇടപാടിൻ്റെ ഭാഗമായി തൈവാനികൾ, അവിടെ ജോലി ചെയ്തിരുന്ന തൈവാനികൾ 5 പേരെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവരെ മോചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കരാറിൻ്റെ ഭാഗമല്ല, വേറെയാണ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ അതും കൂടെ കൂട്ടാം. അങ്ങനെ കൂട്ടിയാൽ പോലും 33, 5, 38 തടവുകാരെയെ ഈ 6 ആഴ്ച കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതേ കാലയളവിൽ, ഈ 6 ആഴ്ച കാലയളവിൽ ഇസ്രായേൽ മോചിപ്പിച്ചത് പലസ്തീൻ തടവുകാരെ, എത്ര തടവുകാരെയാണെന്നറിയാമോ? 2000-ഓളം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. ഒക്ടോബർ 7 ഹമാസ് പിടിച്ചുകൊണ്ടുപോയ നിരപരാധികളായ മനുഷ്യരെ പോലെയല്ല ഈ 2000 പേരെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേലിനകത്ത് കടന്നു ചെന്ന് അവിടെ മാരകമായ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന തലമൂത്ത തീവ്രവാദി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടയച്ചത്. 5ഉം 6ഉം പ്രാവശ്യം തൂക്കുകയറിൽ കിടന്ന് തൂങ്ങേണ്ടവരായിരുന്നു, ആടേണ്ടവരായിരുന്നു ഈ തീവ്രവാദികൾ. അങ്ങനെയുള്ള കൊടും കുറ്റവാളികൾ. വധശിക്ഷ ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് മാത്രമാണ് ഈ തീവ്രവാദികളെ ഇസ്രായേൽ കൊല്ലാതിരുന്നത്. അല്ലെങ്കിൽ പണ്ടേ വധശിക്ഷ നൽകിയേനെ. അപ്പം അങ്ങനെയുള്ള തടവുകാരെ വരെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു. 2000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചപ്പോൾ ഹമാസ് വിട്ടയച്ചത് വെറും 33 പേരെ മാത്രമായിരുന്നു എന്നോർക്കണം. അതായത് 2 കൂട്ടരും വിട്ടയക്കുന്നവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:60 എന്നതാണ്. ഹമാസ് ഒരു ബന്ദിയെ വിടുമ്പോൾ ഇസ്രായേൽ അതിന് പകരമായി 60 കുറ്റവാളികളെയാണ്, 60 പലസ്തീൻ കുറ്റവാളികളെയാണ് അവരുടെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഇസ്രായേലിന് ഇത് പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ. 1982-ൽ PLO 6 ഇസ്രായേലി സൈനികരെ തടവുകാരായി പിടിച്ചിരുന്നു. 6 തടവുകാരെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി 1983-ൽ ഇസ്രായേൽ വിട്ടയച്ചത് ഇസ്രായേൽ ജയിലുകളിൽ തടവിൽ കിടന്നിരുന്ന 5000-ഓളം പലസ്തീൻ കുറ്റവാളികളെയായിരുന്നു. 5000-ഓളം. റേഷ്യോ 1:833. അതായത് ഒരു ഇസ്രായേൽക്കാരന് പകരം 833 പലസ്തീൻ കുറ്റവാളികളെയാണ് ഇസ്രായേൽ വിട്ടയച്ചത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 1985-ൽ 3 ഇസ്രായേലി ഭടന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ വിട്ടയച്ചത് 1150 പലസ്തീൻ കുറ്റവാളികളെയായിരുന്നു. റേഷ്യോ 1:383. ഒരു ഇസ്രായേൽക്കാരൻ്റെ ജീവന് പകരം 383 പലസ്തീൻ കുറ്റവാളികളെ ഇസ്രായേൽ വിട്ടയച്ചു. എന്നാൽ പിന്നീട് ഇതിനേക്കാളെല്ലാം വലിയൊരു കൈമാറ്റം നടന്നിരുന്നു. 2006-ൽ ഗിലാദ് ഷാലിത്ത് എന്ന 20 വയസ്സുള്ള ഒരു ഇസ്രായേലി സോൾജിയറിനെ, സാധാരണ ഒരു സോൾജിയർ, ഇസ്രായേലിൽ നമുക്കറിയാം അവിടെ ഈ നിർബന്ധിത സൈനിക സേവനമുണ്ട്. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഏതൊരു ഇസ്രായേലി പൗരനും സൈന്യത്തിൽ ചേർന്നേ പറ്റുകയുള്ളൂ. 3 വർഷത്തെ സൈന്യസേവനം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് വേറെ സിവിലിയനായിട്ട് ജീവിച്ച് വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ പഠനം തുടരുക എന്ത് വേണമെങ്കിലും ആകാം.
അപ്പോൾ അങ്ങനെ ആ നിർബന്ധിത സൈനിക സേവനത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്തേക്ക് ചേർന്ന ആളാണ് ഈ ഗിലാദ് ഷാലിത്ത്. അദ്ദേഹത്തിന് 20 വയസ്സുള്ള സമയത്ത് 2006 അദ്ദേഹത്തെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി. സാധാരണ ഒരു സോൾജിയർ ആയിരിക്കുന്ന ഗിലാദ് ഷാലിത്തിനെ തട്ടിക്കൊണ്ടുപോയിട്ട് തടവിൽ പാർപ്പിച്ചു. 1ഉം 2ഉമല്ല, നീണ്ട 5 വർഷമാണ് ഹമാസിൻ്റെ തടവറയിൽ ഗിലാദ് ഷാലിത്ത് പീഡിപ്പിക്കപ്പെട്ടത്. ഇസ്രായേലാണെങ്കിൽ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ചർച്ചകൾ, നയതന്ത്ര ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അവസാനം ഈജിപ്തിൻ്റെയും ജർമ്മനിയുടെയും മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയുടെ ഫലമായി 2011 ഒക്ടോബറിൽ ഗിലാദ് ഷാലിത്തിനെ ഹമാസ് വിട്ടയച്ചു. ഗിലാദ് ഷാലിത്ത് എന്ന ഒരു യഹൂദന് പകരമായി ഇസ്രായേൽ വിട്ടയച്ചത് 1027 പലസ്തീൻ കുറ്റവാളികളെയായിരുന്നു. റേഷ്യോ 1:1027. ഒരു ഇസ്രായേൽക്കാരന് പകരം 1027 പലസ്തീൻ കുറ്റവാളികളെയാണ് ഇസ്രായേൽ വിട്ടയച്ചത്. ഇസ്രായേൽ വിട്ടയച്ച ഈ 1027 കുറ്റവാളികളിൽ കൊടും കുറ്റവാളികളടക്കമുള്ളവരുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആളുകളിൽ ഒരാളായിരുന്നു ഒക്ടോബർ 7-ാം തീയതിയിലെ കൂട്ടക്കൊല നടത്തിയല്ലോ. 2023 ഒക്ടോബർ 7-ാം തീയതിയിലെ ആ കൂട്ടക്കൊലയുടെ സൂത്രധാരനായിരുന്ന യഹിയ സിൻവാർ. മനസ്സിലായോ? അതന്ന് ഈ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിട്ടയച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഈ സിൻവാർ. ആർക്കാണ് മനുഷ്യത്വമുള്ളതെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിലൂടെ പിടികിട്ടും. സ്വന്തം പൗരനായ ഒരാളെ വിട്ടുകിട്ടാൻ വേണ്ടി 1000-ലധികം കുറ്റവാളികളെ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഇസ്രായേലിനാണോ മനുഷ്യത്വമുള്ളത്? അതോ ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് എത്ര ഗാസക്കാരെ കൊന്നാലും പ്രശ്നമില്ല, വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയില്ല എന്നും പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്ന ഹമാസിനാണോ മനുഷ്യത്വമുള്ളത്? പിങ്കിമോൾ പറയുന്നത് ഇസ്രായേലിന് മനുഷ്യത്വമില്ലെന്നാ. പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരിക്കും. ഇസ്രായേലിന് മനുഷ്യത്വമുണ്ട്. ആ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് മാത്രമേ മനുഷ്യത്വമുള്ളൂ. മനസ്സിലായോ? അവർക്ക് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നിലും ഇങ്ങനൊരു മനുഷ്യത്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ ഒരു പൗരന് പകരം 1000-ലധികം പലസ്തീൻ കുറ്റവാളികളെ വിട്ടയക്കാൻ തയ്യാറായെന്ന് മനസ്സിലായോ? ആ രാജ്യം അതിലെ പൗരന്മാർക്ക് കൊടുക്കുന്ന വില അത്ര വലിയതാണ്. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? അത്ര വലിയ വിലയാണ് അതിലെ പൗരന്മാർക്ക്, യഹൂദന്മാർക്ക് അവർ കൊടുക്കുന്നത്. യഹൂദനല്ല, വേറെ ആരായാലും ശരി. ഇസ്രായേൽ പൗരത്വമുള്ള മുസ്ലിങ്ങളുണ്ട്, ദ്രൂസുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആരായാലും ശരി ഇസ്രായേൽ ഇങ്ങനെ ചെയ്യും. പിന്നെ യഹൂദനാണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യും. കാരണം യഹൂദൻ്റെ ജീവൻ അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. ലോകത്ത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് യഹൂദൻ എന്ന് പറയുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ യഹൂദൻ്റെ ജീവൻ നശിപ്പിക്കപ്പെടരുത് എന്നവർ അതുകൊണ്ടാണ് അവിടെ വധശിക്ഷ ഇല്ലാത്തത്. എത്ര കുറ്റം ചെയ്താലും തങ്ങളായിട്ടൊരു യഹൂദനെ കൊല്ലരുത്, അവൻ്റെ ജീവൻ എടുക്കരുതെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വധശിക്ഷ വേണ്ടെന്ന് വെച്ചു. യഹൂദന് മാത്രമായിട്ട് വധശിക്ഷ അവിടെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തം വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇവർ ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിനിടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നേ ഉള്ളൂ. അതല്ലാതെ ആക്രമണം നടത്തി പിടിച്ചതിന് ശേഷം കൊല്ലുകയില്ല എന്ന് ഇവർക്കറിയാം. പിന്നെ പരമാവധി കിട്ടുന്നത് ജീവപര്യന്തം. എന്നാലും കുഴപ്പമില്ല. ഇതേപോലെ ഇടയ്ക്ക് ആളുകളെ തട്ടിക്കൊണ്ടു വന്നിട്ട് വില പേശി കഴിയുമ്പോൾ അവിടെ നിന്ന് തങ്ങളെ പുറത്തിറക്കും. ഇവർ കൊടുക്കുന്ന ലിസ്റ്റിലുള്ളവരെയാണ് വിടേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നവർക്കറിയാം. അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിലെ പൗരന്മാരുടെ വില അത്ര വലുതാണ്. മറ്റുള്ളവർ നശിച്ചു പോകണമെന്നല്ല, യഹൂദൻ കൊല്ലപ്പെടാതിരിക്കണം എന്നാണ് ഇസ്രായേലിൻ്റെ ചിന്ത. അല്ലെങ്കിൽ ഇസ്രായേൽ പൗരത്വമുള്ള ഒരുത്തൻ കൊല്ലപ്പെടരുത്, മറ്റുള്ളവർ നശിക്കണമെന്നല്ല. ഞങ്ങളാളുടെ ജീവനോടെ കിട്ടണം. അതിനുവേണ്ടി എത്ര പേരെ ജീവൻ വേണമെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എത്ര കൊടും കുറ്റവാളിയായിരുന്നാലും ശരി ഞങ്ങൾ അവരെ സ്വതന്ത്രരാക്കാൻ തയ്യാറാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ചിന്ത. എന്നാൽ നേരെ തിരിച്ചാണ് കാട്ടറബിയുടെ തത്വശാസ്ത്രം പേറി നടക്കുന്ന ഗാസൻ മുസ്ലിങ്ങളുടെ ചിന്ത. എത്ര മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, അള്ളാഹുവിൻ്റെ ശത്രുവായ ഒരു യഹൂദിയെങ്കിലും കൊല്ലപ്പെടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ആ ആഗ്രഹവുമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഈ ഗിലാദ് ഷാലിത്തിന് പകരമായി ഇസ്രായേൽ 1027 പലസ്തീൻ കുറ്റവാളികളെ വിട്ടയച്ചപ്പോൾ ഫേസ്ബുക്കിലെ റൈറ്റ് തിങ്കേഴ്സ് എന്ന താലിബാൻ ഗ്രൂപ്പിൽ സുഡാപ്പികൾ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. മാഷാ അല്ലാഹ് വിളിച്ചുകൊണ്ടുള്ള എത്ര പോസ്റ്റുകളാണ് അന്ന് കോയക്കുഞ്ഞുങ്ങൾ ആ ഗ്രൂപ്പിലും പിന്നെ ഫ്രീ തിങ്കേഴ്സിലും ഒക്കെ പോസ്റ്റ് ചെയ്തതെന്ന് ഒരു കണക്കുമില്ല. ഇസ്രായേൽ ആകെ പേടിച്ചു പോയെന്നും ഒരു യഹൂദന് പകരമായി 1027 പേരെ
അവർക്ക് വിട്ടയക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തുന്ന സുഡുക്കളോട് അന്നേരം ഞാൻ പറഞ്ഞതാണ്, മദ്രസ പൊട്ടന്മാരെ, നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം പിടികിട്ടിയില്ലേ? ഇസ്രായേൽ നിങ്ങൾക്കൊരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. പലസ്തീനികളുടെ കൂട്ടത്തിലുള്ള 1027 പേർക്ക് തുല്യരാണ് ഒരു സാധാരണ ഇസ്രായേലി യുവാവെന്നാണ് അവർ നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? നമ്മളൊക്കെ പറയില്ലേ, അവൻ ഒറ്റ ഒരുത്തന് 1000 പേർക്ക് തുല്യനെന്ന്. അതുപോലെ ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണ 20 വയസ്സുള്ള ഒരു സാധാരണ ഭടൻ, ഹൈ റേഞ്ച് ഇതിലുള്ള ഓഫീസറൊന്നുമല്ല, ഹൈ റാങ്കിലുള്ള ഓഫീസൊന്നുമല്ല, സാധാരണ ഇസ്രായേലി ഭടൻ, രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ ഒരു ഇതുമില്ലാത്ത സാധാരണ ഒരു പൗരൻ, അവൻ നിങ്ങളുടെ 1027 പേർക്ക് തുല്യനാണ്. നിങ്ങളുടെ വലിയ വലിയ പുള്ളികൾ, നിങ്ങളുടെ നേതാക്കന്മാരായിരിക്കുന്നവർ, ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ വലിയ നേതാക്കന്മാരില്ലേ, അങ്ങനെയുള്ള 1027 പേർക്ക് തുല്യനാണ് ഞങ്ങളുടെ ഒരു സാധാരണ ഒരു പൗരൻ. ഇതാണ് അവർ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നാളെ പലസ്തീനികൾ ഒരു സാധാരണക്കാരനായ യഹൂദനെ പോലും കൊന്നാൽ ഇസ്രായേൽ തിരിച്ചു കൊല്ലുന്നത് 1ന് 1027 എന്ന കണക്കിലായിരിക്കും. റേഷ്യോ പറഞ്ഞ ആശയം നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി എന്താണെന്നുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റേഷ്യോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? 1:1027 ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കുമ്പോൾ ആ റേഷ്യോയിലാണല്ലോ. തിരിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ചെയ്യും. അവരുടെ കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നാൽ കുറഞ്ഞത് 1000 പേരെങ്കിലും അവർ തട്ടും. ആ മെസ്സേജാണ് അവർ ഇസ്ലാമിക ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് കോയക്കുഞ്ഞുങ്ങളിൽ ചിലർക്ക് കാര്യം മനസ്സിലായത്. പിന്നീട് ആ വ്യക്തികളാരും ഇത് പറഞ്ഞ് ഫേസ്ബുക്കിൽ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അധികം വൈകാതെ അവർക്ക് മനസ്സിലായി. ഇത് 2011 വിട്ടയച്ചത്. 3 കൊല്ലം കഴിഞ്ഞ് 2014 ഹമാസ് കൗമാരക്കാരായ 3 യഹൂദ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുണ്ടായി. ആ സമയത്ത് ഇസ്രായേലിനകത്തേക്ക് ഹമാസ് തുരങ്കം പണിയുന്ന കാര്യമൊന്നും ലോകത്താർക്കും അറിയില്ലായിരുന്നു. ഗാസക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, പുറമേ ഉള്ളവർക്ക് ആർക്കും അറിയില്ല. ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തുരങ്കം പണിത് അവിടെയുള്ള ഒന്നുകിൽ മുസ്ലിങ്ങളുടെ വീടുകളിലേക്കായിരിക്കും ആ തുരങ്കം വന്ന് തുറക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള മോസ്കുകളിലേക്ക്. അങ്ങനെയാണ്. അപ്പോൾ രാത്രി ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ നിന്ന് പോരും, നടന്നാൽ മതി, അരമണിക്കൂറോളം നടന്നു കഴിയുമ്പോൾ അതാ ഇപ്പുറത്ത് ഇസ്രായേലിൽ വന്ന് പൊന്തുന്നു. ഇസ്രായേലിലെ മോസ്കിനുള്ളിലേക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീട്ടിനകത്തേക്കോ കയറുന്നു. അവിടെ നിന്ന് പോയിട്ട് രാത്രി ഇവരെ കൊല്ലുന്നു, യഹൂദന്മാരെ കൊല്ലുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഇസ്രായേലിൽ ഇങ്ങനെ പല ആളുകളും കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവസാനം ഈ 3 കുട്ടികളെ കൊണ്ടുപോയപ്പോൾ അവരുടെ ശവശരീരം പോലും കിട്ടിയില്ല, ഇവർ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. ഇസ്രായേലിന് മനസ്സിലായി, ഇപ്പോൾ നമുക്കറിയാം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ അതുപോലെ ഇവിടെ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഗാസയിലുള്ളവർ തന്നെ, വേറെ ആരുമല്ല. അതുകൊണ്ട് ഇസ്രായേൽ സ്വരം ഘടിപ്പിച്ചു. ഹമാസ് ആദ്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം സമ്മതിച്ചു, വിട്ടുതരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവരെ കൊന്നിട്ടുണ്ടായിരുന്നു, 3 പേരെ കൊന്നു കളഞ്ഞിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഈ കൊന്നതൊന്നും ഇസ്രായേലിന് ആ സമയത്ത് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത്, കൊന്നു എന്നുള്ള കാര്യം. ഏതായാലും ഈ 3 കുട്ടികളെയും വീണ്ടെടുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചു. ഓപ്പറേഷൻ ബ്രദേഴ്സ് കീപ്പർ എന്നായിരുന്നു ആ സൈനിക നടപടിയുടെ പേര്. അതിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണത്തിനെ കുറിച്ച് പല കണക്കുകളുമുണ്ട്. എന്നാൽ UN പറയുന്ന കണക്ക് 2251 പേരാണെന്നാണ്. 2251 പേര്. റേഷ്യോ എന്ന് പറയുന്നത് 1:750. കൊല്ലപ്പെട്ട ഓരോ യഹൂദ ബാലനും പകരം 750 പലസ്തീനികളുടെ ജീവൻ ഇസ്രായേൽ എടുത്തു. അവരുടെ നയം അതാണ്. മനസ്സിലായോ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറയേണ്ടി വരും. കാരണം ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് 1200ഓളം യഹൂദന്മാരാണ്. പിന്നെ 250ഓളം ആളുകളെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അതിൽ പകുതിയോളം പേരെ ഗാസൻ മുസ്ലിങ്ങൾ തടവറയിൽ വെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യഹൂദൻ്റെ ജീവന് പകരമായി 1000 പലസ്തീനികളുടെ ജീവൻ എന്ന ഇസ്രായേലിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ 1300ഓളം പേര് കൊല്ലപ്പെട്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എത്ര വേണമെന്നറിയോ? 13 ലക്ഷം പലസ്തീനികളെ ഇസ്രായേൽ തട്ടിക്കളയണം. മനസ്സിലായോ? 13 ലക്ഷം. എന്നാലേ റേഷ്യോ ശരിയാവുകയുള്ളൂ. പക്ഷെ ഇസ്രായേൽ അത്ര ആളുകളെ കൊന്നിട്ടുണ്ടോ? ഇല്ല. 2023 ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ ആകെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം വെറും 48,500 പേരാണ്. മനസ്സിലായോ? 48,500 പേർ. ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് 13 ലക്ഷം പേർ കൊല്ലപ്പെടേണ്ടടുത്ത് വെറും 1,00,000-ൽ താഴെ ആളുകളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. മനസ്സിലായോ? 1,00,000-ൽ താഴെ. റേഷ്യോ എന്ന് പറയുന്നത് 1:26. ഒരു ഇസ്രായേൽക്കാരൻ്റെ ജീവന് പകരമായി വെറും 26 പലസ്തീനികളുടെ ജീവനെ ഇസ്രായേൽ എടുത്തിട്ടുള്ളൂ.
അതിൽ സന്തോഷിക്കുകയല്ലേ പിങ്കി മോളെ വേണ്ടത്, അല്ലേ? ബാക്കി 974 പേരുടെ ജീവൻ ഇസ്രായേൽ എടുത്തില്ലല്ലോ എന്ന് സന്തോഷിക്കേണ്ടതിന് പകരം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാ? സന്തോഷിച്ചാട്ടെ. ഇങ്ങനെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കരയുന്നതിന് പകരം പിങ്കി മോൾ പറയേണ്ടിയിരുന്നത് ഹമാസിനോടായിരുന്നു. വെടിനിർത്തൽ കരാർ അനുസരിച്ച് അവശേഷിച്ച ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കൂ എന്ന് പിങ്കി മോൾ ഹമാസിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു മാന്യതയുണ്ടായേനെ. അത് പറയാൻ പിങ്കി മോൾക്ക് നാവ് പൊങ്ങില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതിൻ്റെ തടവുകാരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ. എല്ലാവരും ഓരോരുത്തർക്കും ഓരോരോ വോട്ട് ബാങ്കുകളുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ഒരാളും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിനോ നീതിക്കോ ന്യായത്തിനോ വേണ്ടിയല്ല ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ നാവുകൾ ചലിക്കുന്നത്. മനസ്സിലായി? അതിനു വേണ്ടിയിട്ടൊന്നുമല്ല. അവരുടെ വോട്ട് ബാങ്കിൽപ്പെട്ടവർ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ന്യായീകരിക്കാനും അതിനെ സംരക്ഷിക്കാനും വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ്. ഗാസ മുനമ്പിൽ നോമ്പിനൊരു ബോംബ് എന്ന ഹമാസിൻ്റെ ആഗ്രഹം ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഹമാസ് നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കോടികളുടെ കുത്തൊഴുക്കായിരിക്കും. ഇഷ്ടം പോലെ പണം അവർക്ക് ആഗോളതലത്തിൽ തന്നെ ശേഖരിക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഗാസയിൽ നിന്നുള്ള ഒരു പുള്ളിയുണ്ട്. നിങ്ങളിൽ പലരും ആ മനുഷ്യൻ്റെ വീഡിയോ ക്ലിപ്പുകൾ കണ്ടു കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയാളുടെ പേര് സാലേഹ് അൽ ജഫ്രാവി എന്നാണ്. ഇയാളൊരു അത്ഭുത മനുഷ്യനാണ്. പലവട്ടം മരിക്കുകയും ഓരോ വട്ടവും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്ത ആളാണ് സാലേഹ് അൽ ജഫ്രാവി. പല വേഷങ്ങളിൽ പല രൂപങ്ങളിൽ ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീഡിയോകളിൽ ഹമാസിൻ്റെ പോരാളിയായിട്ട്, ചില വീഡിയോകളിൽ രക്തദാനം ചെയ്യുന്ന ഗാസൻ യുവാവായിട്ട്, വേറെ ചില വീഡിയോകളിൽ മാധ്യമപ്രവർത്തകനായിട്ട്, വേറെ ചിലതിൽ ഹോസ്പിറ്റൽ ജീവനക്കാരനായിട്ട്, മറ്റു ചിലതിൽ ടൂർ ഗൈഡായിട്ട്, ചിലതിൽ ഡെഡ് ബോഡി ആയിട്ട്, ചിലതിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ദത്തെടുക്കുന്ന വളർത്തുപിതാവായിട്ട്, അങ്ങനെ പല വീഡിയോകളിൽ പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ഈ സാലേഹ് അൽ ജഫ്രാവിക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല സ്വാധീനമുണ്ട്. ഫേസ്ബുക്കിൽ 5 അക്കൗണ്ടുകളുണ്ട്. അയാളുടെ യൂട്യൂബ് ചാനലിന് 5,70,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണെങ്കിൽ 5.5 മില്യൺ അഥവാ 55 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. 55 ലക്ഷം ഫോളോവേഴ്സ്. ഇങ്ങനെയുള്ള സാലേഹ് അൽ ജഫ്രാവിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഒരൊറ്റ വീഡിയോ പോലും പുറത്തു വന്നിട്ടില്ല. ഒരൊറ്റ വീഡിയോ പോലും. സാധാരണഗതിയിൽ ഒരു ദിവസം തന്നെ 2, 3, 4 വീഡിയോ ഇട്ടുകൊണ്ടിരുന്നവനായിരുന്നു ഇയാളെന്ന് ഓർക്കണം. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ വീഡിയോയും ഇല്ല. എന്താണ് കാരണം എന്നറിയാമോ? ഇസ്രായേൽ ബോംബിങ്ങിൽ തട്ടിപ്പോയതൊന്നുമല്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചേ. അതിനോട് പറയുകയും ചെയ്തു, ആ നടനെ കാണുന്നില്ല, മഹാനടനാണ് പുള്ളി, ഭയങ്കര അഭിനയങ്ങളാണ് ഓരോ വീഡിയോയിലും. അപ്പോൾ ആ നടൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, അയാളെ തട്ടിയോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി തട്ടിപ്പോയതൊന്നുമല്ല. ആളിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഖാൻ യൂനിസിലെ അൽ നസർ ആശുപത്രി പുനർനിർമ്മിക്കണമെന്ന അഭ്യർത്ഥനയുമായി അൽ ജഫ്രാവി വെടിനിർത്തലിനിടയിൽ ഈ 42 ദിവസത്തെ അല്ലെങ്കിൽ 6 ആഴ്ചത്തെ ആ കാലയളവ് ഉണ്ടല്ലോ, അതിനിടയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഖാൻ യൂനിസിലെ ആശുപത്രി അൽ നസർ ആശുപത്രി പുനർനിർമ്മിക്കണം, അതാകെ തകർന്നു പോയി. അതിനു വേണ്ടിയിട്ട് $10 മില്യൺ സമാഹരിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു അത്. അപ്പോൾ റാമള്ളയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ക്യാമ്പയിൻ വേഗത്തിൽ ആരംഭിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതായും അതുകൊണ്ടാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ലോഗോയും കുവൈറ്റ് സൊസൈറ്റി ഫോർ റിലീഫ് എന്ന ചാരിറ്റി സംഘടനയുടെ ലോഗോയും വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അൽ ജഫ്രാവി അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് $5 ലക്ഷം അൽ ജഫ്രാവി സമാഹരിച്ചപ്പോഴാണ് റാമള്ളയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം രംഗത്ത് വരുന്നത്. ഇങ്ങനെ ഒരു ഫണ്ട് ശേഖരണത്തിന് വേണ്ടി തങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തങ്ങളുടെ അറിവോടെയല്ല സാലേഹ് അൽ ജഫ്രാവി ഫണ്ട് സ്വരൂപിക്കുന്നതെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. മനസ്സിലായ? ഗാസക്കാരുടെ പേരും പറഞ്ഞ് ഈ കള്ളൻ ലോകമെമ്പാടും നിന്ന് $50 ലക്ഷം തട്ടിയെടുത്തിരിക്കുകയാണ്. ഗാസയിലെ ആൾക്കാരെ വെച്ച് ദയനീയമായി കരഞ്ഞ് അഭിനയിപ്പിച്ച് വീഡിയോ ഇറക്കി ലോകത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരുന്നവൻ അവസാനം ഗാസക്കാരെയും പറ്റിച്ചു. അവരുടെ പേരിൽ $5 മില്യൺ സംഭാവനയായി നേടിയെടുത്തത്.
ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഈ ബാങ്കൊക്കെ കൊള്ളയടിക്കാൻ പോകുന്ന സാധാ കൊള്ളക്കാരുണ്ടല്ലോ, ആ കള്ളന്മാർ അവന്മാരെയൊക്കെ എടുത്ത് ഈ കുറുവ സംഘം ടീമൊക്കെ ഉണ്ടല്ലോ, ആ കുറുവ സംഘത്തിലേക്ക് എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. കാരണം അവന്മാരൊക്കെ ബുദ്ധിയില്ലാത്തവന്മാർ. അതുകൊണ്ട് അവർ ഈ കമ്പിപ്പാരയും എടുത്ത് ബാങ്ക് കുത്തിപ്പൊളിക്കാനും വീടുകൾ കുത്തിപ്പൊളിക്കാനൊക്കെ ഇറങ്ങും. എന്നിട്ട് കള്ളൻ എന്നുള്ള പേര് സമ്പാദിക്കും. എന്നാൽ ബുദ്ധിയുള്ള കള്ളന്മാർ ഇതുപോലെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കാൻ ഇറങ്ങിയിട്ട് പണവും ബഹുമാനവും ആദരവും ഒക്കെ നേടിയെടുക്കും. എന്നിട്ട് നന്മ മരങ്ങളായി അറിയപ്പെടും. മനസ്സിലായ? അവർക്ക് വേണ്ടുന്നതെല്ലാം അവർ സമ്പാദിക്കുകയും ചെയ്യും. ഇത് ഗാസയിൽ നിന്നുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി പണം പിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിൻ്റെ എല്ലായിടത്തും, ഈ കേരളത്തിലടക്കം ഇത് പിരിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ കഴിച്ച് ബാക്കിയുള്ള തുകയെ അവർ ഹമാസിന് അയച്ചു കൊടുക്കുകയുള്ളൂ. ഇത് വളരെ വലിയ ഒരു സാമ്പത്തിക ഇടപാടാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന കോയമാർ പോലും ഈ പലസ്തീൻ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചാൽ, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഈ കള്ളത്തരങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാൽ നമുക്കെതിരെ ആക്രമണവുമായിട്ട് വരും. സൈബർ അറ്റാക്ക് ഭീകരമായിരിക്കും. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനലിന് ആദ്യമായിട്ടൊരു സ്ട്രൈക്ക് കിട്ടുന്നത് പലസ്തീൻ വിഷയത്തിൽ ഞങ്ങളൊരു കാര്യം ചെയ്തപ്പോഴാണ്, ഇവരെ ഇങ്ങനെ തുറന്നു കാണിച്ചപ്പോഴാണ് ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടുന്നത്. ബോളിവുഡിനെ കുറിച്ചുള്ള കാര്യം, ബോളിവുഡ് വീഡിയോകൾ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇട്ടിരുന്നു. അതിനാണ് ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടുന്നത്. അതിനുശേഷവും ഈ ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കേസിൽ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി കിട്ടിയ സ്ട്രൈക്കുകളെല്ലാം ഈ ഇസ്രായേൽ വിഷയത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ്. എന്തെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണമായിരിക്കും. യൂട്യൂബൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ അവരുടെ റിപ്പോർട്ട് കിട്ടിയാൽ മതി, അപ്പം തന്നെ സ്ട്രൈക്ക് തരാൻ വേണ്ടി അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എക്സിലേക്ക് മാറിയത്. എക്സിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, കുറേ കൂടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങൾ തുറന്നു പറയാം, അങ്ങനെയുള്ളൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. ഈ വീഡിയോയുടെ കാര്യവും കണ്ടറിയണം, എത്രമാത്രം റിപ്പോർട്ടിംഗ് ആയിരിക്കും എന്നുള്ളത്. ഒരുപക്ഷെ ചാനൽ വീണ്ടും സ്ട്രൈക്ക് കിട്ടിയിട്ട് ചാനൽ തന്നെ പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണുള്ളത്. എന്തായാലും ഞങ്ങൾ പറയും, പറയാനുള്ളത് ഞങ്ങൾ പറയാതിരിക്കുകയൊന്നുമില്ല. ചാനൽ പോയി കഴിഞ്ഞാൽ അടുത്ത ചാനൽ, അത്രയേ ഉള്ളൂ. ഏതായാലും ഈ തട്ടിപ്പ് പുറത്തു വന്ന സ്ഥിതിക്ക് സാലേഹ് അൽ ജഫ്രാവി അവൻ പിരിച്ചെടുത്ത ഈ $5 ലക്ഷത്തോളം അവൻ ഹമാസിൻ്റെ ലീഡേഴ്സിന് കൊടുക്കേണ്ടി വരും, അവരുടെ അക്കൗണ്ടിലേക്ക് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവൻ ഇനിയും ഭൂമിക്ക് മുകളിൽ ജീവിക്കാം, ഗാസയിൽ ജീവിക്കാം. അതല്ലെങ്കിൽ ഹമാസ് തന്നെ അവനെ തട്ടിക്കളയും. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ പലസ്തീനികൾക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന എല്ലാവരുടെയും സ്വഭാവം ഇതാണ്. അവൻ ലോകത്തെ മുഴുവൻ വഞ്ചിക്കും, സ്വന്തം കൂട്ടരെയും വഞ്ചിക്കും. ഒരു മടിയും അക്കാര്യത്തിൽ അവന്മാർക്കില്ല. അത് പലസ്തീൻ നേതാക്കളായാലും പലസ്തീനികൾക്ക് വേണ്ടി ഇങ്ങ് കൊച്ചു കേരളത്തിൽ ഫണ്ട് പിരിക്കുന്ന മലയാളി മുസ്ലിം ആയാലും അതാണ് അവസ്ഥ. അതറിയാവുന്നത് കൊണ്ടാണ് ഇവന്മാർക്കെതിരെ ശക്തമായി ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ വന്നാലും ജീവന് ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നത് ഇവന്മാർ കള്ളന്മാരാണ്, ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, ലോകത്തെ മുഴുവൻ ഇവർ ചതിക്കുന്നു എന്നുള്ളതുകൊണ്ടും കൂടിയാണ്. അതിനെതിരെ എതിർത്ത് നിന്നേ പറ്റുകയുള്ളൂ. ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.